ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. മലബാറി രുചിയുടെ ഇന്നത്തെ റെസിപ്പി ഇതാണ്. പേര് ഞാൻ പിന്നീട് പറയാം. ഇതിനായിക്കൊണ്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറു പീസുകളായിട്ടാണ് വേണ്ടത്. കഴുകി വെള്ളമൊക്കെ വാർത്തെടുക്കുന്ന ചിക്കനിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. ഇനി വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറയാം. മീഡിയം സൈസ് സവോള 2 എണ്ണം. ബുള്ളറ്റ് ചില്ലി മാർക്കറ്റിൽ കിട്ടിയില്ല, സോറി. പകരം എരിവ് കുറഞ്ഞ ഒരു തരം പച്ചമുളകാണ് എടുത്തത്, വലിയ സൈസ്. വെളുത്തുള്ളി 1 ബൾബ്, ഇഞ്ചി 1 ഇഞ്ച് പീസ്, ഫ്രഷ് കറിവേപ്പില 1 പിടി നിറയെ, ഒരു ചെറിയ ക്യാരറ്റ്, വലുതാണെങ്കിൽ പകുതി മതി. ഞാൻ എല്ലാം കൂടെ ഒരു തളികയിലേക്ക് വെച്ചിട്ടാണുള്ളത്, വേറെ എടുത്ത് വെച്ചില്ല. ഈ ബുള്ളറ്റ് ചില്ലി എന്നത് സാധാരണ ചെറിയൊരു ബൾബിൻ്റെ സൈസിലുള്ളത് എരിവില്ലാത്തൊരു മുളകാണ്. ആന്ധ്രക്കാരുടെ പല നോൺ വെജ് കറികളിലും ഇത് കാണും. ഈ കാണിച്ച വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതാണ്, ഞാൻ കാണിക്കാം. പിന്നെ 1 ടീസ്പൂൺ വടിച്ച് മഞ്ഞൾപ്പൊടി. ഞാനിതിൽ ചേർത്തിരിക്കുന്ന എല്ലാ മസാലകളുടെ പേരും അളവും ഞാൻ പിന്നെ പറയുന്നുണ്ട്. എൻ്റെ ബുള്ളറ്റ് ചില്ലി 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് നടുകെ പിളർന്ന് 2-3 പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റിൽ ചേർക്കേണ്ടതുള്ളൂ. ഇനി വെളുത്തുള്ളി, ക്യാരറ്റ്, ഇഞ്ചി, സവോള ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേഗം പ്രിപ്പറേഷൻ തുടങ്ങാം. ഈ ഡിഷിന് വെളിച്ചെണ്ണ തന്നെ എടുക്കണം, കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഓയിൽ ചൂടായപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് നിറയെ ഇട്ടിട്ടുണ്ട്. ഈ ഡിഷ് എരിവിൻ്റെ കാര്യത്തിൽ നല്ല ഹോട്ടായിരിക്കും, വെരി ടേസ്റ്റിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് മൂത്തപ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. ഈ ക്യാരറ്റും മറ്റ് വെജിറ്റബിൾസും ഒന്നും കൂട്ടിയെടുക്കരുത്, അളവ് അധികം കൂടിയാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. ഏതാണ്ട് മുരിഞ്ഞ് വരണം. ഞാൻ പാൻ ചൂടായപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിന് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചേർക്കാം. ആദ്യം തന്നെ 1 പിടി കറിവേപ്പില ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ഇഷ്ടംപോലെ ചേർക്കാം. പിന്നെ ഒരു 2 സവോള, ചെറിയ മീഡിയം സൈസ് സവോള, പിന്നെ ഒരു 3/4 പീസ് ക്യാരറ്റ്, പിന്നെ ഒരു ബൾബ് വെളുത്തുള്ളി, ഒരു 1/2 ഇഞ്ച് പീസ് ഇഞ്ചി. അപ്പോൾ ഇത്രയും സാധനം ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് വഴറ്റുന്നത്. മസാലയ്ക്ക് വേണ്ടുന്ന കുറച്ച് ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ചിക്കനിൽ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി, പൊറോട്ട, ഞാൻ ഇതിനൊപ്പം നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഡിഷാണ് ഞാൻ ചെയ്യുന്നത്. പേര് ഞാൻ പിന്നെ പറയാം. നമ്മുടെ ക്രഷ് ചെയ്തിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് നമുക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നമുക്ക് പൊടികളൊക്കെ ചേർക്കണം, മസാലപ്പൊടികൾ. അതിനായിട്ട് ഞാൻ എടുത്തത് 2 ടീസ്പൂൺ കാശ്മീരി മുളക്, 2 ടീസ്പൂൺ സാദാ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മാംഗോ പൗഡർ, മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, ഉലുവപ്പൊടി, ഇതൊക്കെ ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് മാംഗോ പൗഡറാണ്, ആംചൂർ. അത് ചെറിയൊരു പുളി കിട്ടാനാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർക്കാൻ പറ്റും. പിന്നെ ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കണം. കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്.
വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഇനി പോട്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഈ കടായി തന്നെ എല്ലാം വരട്ടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ലിഡ് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഹൈ കുക്കറിലാണ് ഞാൻ വെക്കുന്നത്, ഹൈ പ്രഷറിൽ. ഒരു 2 മിനിറ്റ് സെലക്ട് ചെയ്താൽ മതി. 3 മിനിറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. 2 ചിലപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ പോട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് നിർബന്ധമല്ല. നിങ്ങൾക്ക് ആ കടായി തന്നെ നമ്മൾ ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിൽ ചേർക്കാനുള്ളത് ഈ ചില്ലിയാണ്. ഈ എരിവ് കുറഞ്ഞ ഒരു തരം വലിയൊരു ശരിക്കും ബുള്ളറ്റ് ചില്ലി എന്ന് പറഞ്ഞത് കിട്ടാനുണ്ട്. അതെൻ്റെ സ്റ്റോക്കില്ല, അതുകൊണ്ട് ഞാൻ ഇത് ചേർക്കാം. ഇതിപ്പം റെഡി ആയ ശേഷം അതിലിട്ടിട്ട് 2 മിനിറ്റ് ഇളക്കിയെടുത്താൽ മതി. ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് അത്ര വെച്ചിട്ട് ബാക്കി ഒന്നുകൂടെ ഇതിൽ തന്നെ സോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ മുളക് ചേർക്കാണ്, മുളകിൻ്റെ പീസ്. ഇതങ്ങനെ വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് സോട്ട് ചെയ്യുമ്പോൾ ഒരു ക്രഞ്ചി ആയിട്ട് തന്നെ ഉണ്ടാവും. ഇത് മുളക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും നല്ല. ഈ ഇൻസ്റ്റൻറ്റ് പോട്ടിലായതുകൊണ്ട് ചിക്കനൊക്കെ നന്നായി വെന്തുടഞ്ഞ പോലെ തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ട് 2 മിനിറ്റേ വേണ്ടുള്ളായിരുന്നു, ഞാൻ 3 മിനിറ്റ് വെച്ചു. ഇനിയിപ്പോൾ ഇത് കുറച്ച് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറച്ച് കുറുകി വരണം. നമുക്ക് ചപ്പാത്തി കഴിക്കാൻ കുറച്ച് ഗ്രേവി ഉണ്ടോ, അല്ലെങ്കിൽ ഇത് നല്ല ഫ്രൈ ചെയ്ത പോലെ എടുക്കേണ്ടതാണ്. ഇത് പെട്ടെന്ന് തന്നെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി വരും. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ കസൂരി മേത്തി ഒരു 1/2 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. എനിക്കും ഇഷ്ടമാണ്, ഇവിടെ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ മകന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. അവന് ഇഷ്ടം നോക്കിയല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ കസൂരി മേത്തി ചേർക്കാം. അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റൻറ്റ് പോട്ട് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിൽ തന്നെ കുറുകി വരും. പിന്നെ അത്യാവശ്യം ചപ്പാത്തിക്കൊക്കെ വേണ്ടുന്ന ചെറിയൊരു ഗ്രേവി ആവശ്യമുണ്ട്. നമുക്ക് ഈ ഡിഷിന് കൂടുതൽ ഗ്രേവി വേണമെന്ന് കരുതി സവാളയോ അല്ലെങ്കിൽ ക്യാരറ്റോ ഇതൊന്നും കൂടുതൽ ചേർക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോയി കിട്ടും. പിന്നെ ഇത് അധികം മസാല സാധനങ്ങൾ വേണ്ട. ഇത് ശരിക്കും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇതെല്ലാം കുറുകി വന്ന് ഫ്രൈ ചെയ്തെടുത്താലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ മെച്ചപ്പെടുക. 2 വിധത്തിലും ചെയ്യാം. ഇത് കുറച്ച് ഗ്രേവി ആയിട്ട് ഞാൻ ചപ്പാത്തി പൊറോട്ട അക്കെല്ലാം കഴിക്കാൻ വിധത്തിലാണ് ചെയ്തെടുത്തത്. നിങ്ങൾക്കും ഈ ഡിഷ് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. കാരണം ഒരു റെസിപ്പി നമ്മൾ ചെയ്യുന്ന കണ്ടാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഏതാണ്ട് നമുക്ക് ഊഹിക്കാൻ പറ്റും. നിങ്ങളും എന്തായാലും ചെയ്ത് നോക്കി അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഇതെൻ്റെ റിക്വസ്റ്റാണ്. ഓഹോ സോറി, ഞാനിതിൻ്റെ പേര് പറഞ്ഞില്ലല്ലേ, ഇപ്പോൾ പറയാം. തലശ്ശേരി ബുള്ളറ്റ് ചില്ലി ചിക്കൻ ചുക്ക, ഇതാണ് ഇതിൻ്റെ പേര്. ഇത് തലശ്ശേരിക്കാരുടെ ഡിഷാണെന്നും പറയാൻ പറ്റില്ല. ഞാൻ തലശ്ശേരിക്കാരി ആയതുകൊണ്ട് എനിക്കിഷ്ടമുള്ള പേര് കൊടുത്തു, അത്രയേ ഉള്ളൂ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.